കുടിവെള്ളം തുടർച്ചയായി മുടങ്ങുന്നതിൽ ചെല്ലാനത്ത് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. തീരദേശ പാത ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സഹിനെ, ഈ കുടിവെള്ളമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തീരദേശവാസികളുടെ പ്രതിഷേധം അത് എങ്ങനെ പുരോഗമിക്കുന്നു? അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ്? ആരെങ്കിലും അവിടേക്ക് വരുന്നുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സഹിൻ? സേതു അല്പനേരം മുൻപ് വരെ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ സംഘമായിരുന്നു റോഡ് ഉപരോധത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ അവരൊക്കെ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾക്കറിയാം, ചെല്ലാനത്തെ കുടിവെള്ളം വലിയ വിഷയം തന്നെയായിരുന്നു. ഈ അമ്മയോടൊക്കെ കാര്യം ചോദിക്കുക, എന്താണ് വെള്ളം കിട്ടുന്നില്ലേ? തുള്ളി വെള്ളം ഞാൻ കിട്ടാം. ഞങ്ങളുടെയൊക്കെ വീട് വഴി വന്ന് നോക്ക്. ഞങ്ങൾ വെറുതെ 3 മണി 2 മണി തൊട്ട് ഞങ്ങൾ ഉറക്കം നിൽക്കുന്ന വെള്ളത്തിൽ ഇപ്പോഴും കണ്ടെണീറ്റ് വന്ന് ഇരുന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്ന വെള്ളത്തിൽ ഇപ്പൊ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോ കുറച്ച് ഉപ്പുവെള്ളം അടിച്ചു വിടണം. അതായിരിക്കണം ഉപ്പുവെള്ളം. എന്തൊക്കെ ചോദിക്കുമ്പോ ഇവരൊക്കെ പറയുന്നത് അവരൊന്നും പറയല്ല, വെള്ളമില്ല, അവിടെ കേട് ഇവിടെ കേട്, ഞങ്ങൾ വന്നുണ്ട്. ഇത് അവിടെ കാണുമ്പോൾ 2 വാട്ടിൽ നന്നാക്കിയിട്ട് പോയിട്ട് ഇവിടെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല. അമ്മ എന്താ അമ്മ പ്രശ്നം? ഞങ്ങൾക്ക് കുടിവെള്ളം ഒട്ടും കിട്ടുന്നില്ല. കിട്ടുന്ന വെള്ളമാണെങ്കിൽ ചീക്ക വെള്ളവും ഉപ്പ് വെള്ളവുമാണ്. ഈ 2 മണി തൊട്ട് 3 മണി തൊട്ട് എല്ലാ ജനവും കാത്തിരിക്കൽ കൊടുക്കാൻ വെച്ചിട്ട് കിട്ടുന്ന വെള്ളം ഇങ്ങനെയുള്ള വെള്ളം. ഞങ്ങൾക്ക് ഒരു 2 മാസമായിട്ട് നല്ല ശുദ്ധവെള്ളം ഞങ്ങളുടെ പൈപ്പുകളിൽ വന്നിട്ടില്ല. ഈ വെള്ളം കൂടി ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? കുടിക്കണമെങ്കിൽ ഞാൻ ഈ നാട്ടിൽ 46 വർഷമായി ഞാൻ ജനിച്ചിട്ട്. എനിക്ക് ഇവിടുത്തെ അവസ്ഥകളെല്ലാം അറിയാം. ഈ 46 വയസ്സിൽ എനിക്ക് തിരിച്ചറിയാൻ കാലം തൊട്ട് ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. ഞങ്ങൾ ഈ വരുന്ന ഭരണകർത്താക്കളോട് പറയുകയും ഞങ്ങൾ വീട്ടിൽ നിന്ന് പട്ടിണിരിക്കുകയും ആലുവായി കൊണ്ടാണ് അലക്കുന്നത്. അപ്പൊ ഇതിന് കുടിവെള്ളം പൈസ കൊടുത്ത് വാങ്ങുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടെ എണീക്കില്ല. ഞങ്ങൾ പോകില്ല. ഞങ്ങൾ പോയിട്ട് എന്തിനാ? വീട്ടിൽ ചെന്നിട്ടൊന്നും വെക്കാൻ വെള്ളമില്ല. അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ പോലും വെള്ളമില്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ എന്തിനാ പോണത്? ഇപ്പൊ ഈ സമരം ചെയ്ത് ഇവർ പോവുകയാണ്. ഇവര് പറഞ്ഞ് മെമ്പർമാരെ വിളിച്ച് ഞങ്ങൾക്ക് വിളിക്കാൻ തരും. ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല, കൊച്ചുങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റണില്ല, ഒന്നിനും പോകാൻ പറ്റണില്ല. 46 വർഷമായിട്ടൊന്ന് നോക്കിയെന്ന്. അതിൽ ഒരു വർഷത്തിൽ 6 മാസം വെള്ളം വരുമെങ്കിൽ 6 മാസം വെള്ളം വരില്ല. എന്താ ഇത്? വെള്ളമില്ല. അവിടെയൊന്നും വെള്ളമില്ല. ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വന്ന നിൽക്കേ. പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല. കാരണം ഇവിടെ തന്നെ നിൽക്കണം. കാരണം വെള്ളം എപ്പോൾ വരുമെന്നുള്ള ഇതുകൊണ്ട്. കാരണം ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ മതിയാവും. സേതു ഇത് തന്നെയാണ്. സേതു ഒന്ന് ആലോചിച്ചോ, 1-2 ദിവസം വെള്ളമില്ലാതെ വന്ന നമ്മുടെയൊക്കെ അവസ്ഥ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ അത് ആരെങ്കിലും ഒക്കെ വരുമോ? ഇന്ന് ആ പ്രതിനിധികൾ ആരെങ്കിലും ഒക്കെ വരുമോ? ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടേക്ക് വരുമോ? എന്താ ഇപ്പൊ പറയണത്? ഇപ്പൊ മറുപടി എന്താ പറയുന്നത്? മറുപടി അവരിപ്പോ 10 മണിക്ക് അമ്മ വരുമെന്ന് പറയണ്ട് ഇവിടെ അച്ഛന്റെ മേടയില്. അപ്പൊ അവിടെ വെച്ച് ചർച്ച ചെയ്യാന്നാ പറഞ്ഞേക്കണത്. ഈ 10 മണിക്ക് ചർച്ച ഉണ്ടാകുമെന്ന് അറിയില്ല. ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇത് തന്നെയാണ്. ഈ കാലാകാലങ്ങളായിട്ട് ഈ 15-ാം വാർഡ് കിഴക്കേ വശത്തുള്ള ജനങ്ങളെ ഒരു രീതിയിലും ഭരണകർത്താക്കള് പരിഗണിക്കണില്ല. സേതു ഈ കാണുന്ന പോലെ കുറെ അമ്മമാരും ചേച്ചിമാരും കുട്ടികളും എല്ലാവരും ഇവിടെ വന്ന് നിൽക്കണേ. രാവിലെ മുതൽ തന്നെ ഇവരുടെ ഒരു ഗതികേട് വലിയ വിഷയം തന്നെയുണ്ട്. സേതുവിന് അറിയാലോ, നമ്മൾ പറയുന്ന പോലെ 46 വർഷമായ ഒരു അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ മറ്റാളുകളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഭക്ഷണം പാകം ചെയ്യുക, പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളമില്ലാത്ത നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അതായത് വെള്ളം കിട്ടിയില്ലെങ്കിലുള്ള ഒരു അവസ്ഥ, നമുക്ക് വായു ഇല്ലെന്ന് പറയുന്ന പോലെ തന്നെ പ്രശ്നമാണ്. വെള്ളമില്ല എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ജലം വേണമല്ലേ? ഈ ചെല്ലാനത്തുള്ള ആളുകൾക്ക് അതിപ്പം ഈ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. എത്ര കാലം കൊണ്ട് അവിടെ ഈ കുടിവെള്ളത്തിന് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ പ്രതിഷേധിക്കും. അവിടുത്തെ ആളുകൾ പാവങ്ങൾ വന്ന് പ്രതിഷേധിക്കും. ആ പ്രതിഷേധത്തിൽ ആരെങ്കിലുമൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ പറയും, പോകും. വാഗ്ദാന പെരുമഴയുണ്ട്, പക്ഷേ ഒന്നും തന്നെ നടപ്പാകുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഇത്തവണയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ 1-2 ദിവസം നമ്മളെ ഇപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് ഇന്നിപ്പം കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ നോട്ടീസ് വരികയാണ്, നാളെ നമുക്ക് രാവിലെ തൊട്ട് വെള്ളം കാണില്ല. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്തോരം കിട്ടുന്ന പാത്രങ്ങളിൽ മുഴുവൻ വെള്ളം നിറച്ച് വെക്കില്ലേ? പക്ഷേ ഇതിപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ഒരു പരിഭ്രാന്തി ഞാൻ ഈ പറഞ്ഞേ. അപ്പോൾ ഈ ദിവസങ്ങളോളം വെള്ളമില്ലാതിരിക്കുമ്പോഴത്തേക്ക് കുടിവെള്ളം ഇല്ല, കുടിക്കാൻ വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല, ഭക്ഷണം കഴിക്കാൻ പാകം ചെയ്യാൻ വെള്ളമില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറമാണ്. പക്ഷേ അവിടുത്തുകാർ എല്ലാ ദിവസവും നേരിടുന്ന ഒരു വിഷയം കൂടിയാണ് ഇത്. ചെല്ലാനത്തെ ഈ ഒരു പ്രശ്നത്തിന് ഉടനെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നമ്മളുടെയൊക്കെയും ആഗ്രഹം. അങ്ങനെ ഉണ്ടാകട്ടെ, ഒരു നടപടിയിലേക്ക് പോകട്ടെ. സഹിൻ ആന്റണി വിവരങ്ങൾ നമുക്ക്